കെ ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരായ വിവാദം അനാവശ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാഹത്തിന് മുൻപേ പാർട്ടി പദവികളിൽ ശ്യാമള സജീവമാണ്. ഭാര്യാപദം ഇപ്പോൾ പൊട്ടിമുളച്ചത് എങ്ങനെയെന്നും പുനരാലോചനയുടെ ആവശ്യമില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തലെന്നും MV ഗോവിന്ദൻ വിശദമാക്കി. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉണ്ടാക്കിവിട്ട വിവാദം ചെറുതല്ല. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പാർട്ടി സെക്രട്ടറി ഒഴിയുന്ന മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നത് പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾക്ക് അനുസൃതമാണോ എന്ന ചോദ്യം പോലും ഉണ്ടായി. പക്ഷേ അത് പാർട്ടിക്കാരി എന്ന നിലയിലാണ് എന്ന് കൃത്യമായി, ശക്തമായി, കർശനമായി പറയുന്നു MV ഗോവിന്ദൻ. മാധു, തീർച്ചയായിട്ടും കെ ശ്യാമള ഒരു സുപ്രഭാതം കൊണ്ട് പൊട്ടിമുളച്ച് നേതാവായതല്ല. അവർക്ക് തൻ്റെ ഭാര്യ ആവുന്നതിന് മുൻപ് തന്നെ DYFIയുടെ നേതാവായിരുന്നു. മഹിളാ രംഗത്ത് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. CPIMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലും പാർട്ടിക്കാരിയായിട്ടുള്ള ഒരാളാണ്. തൻ്റെ ഭാര്യ ആയിപ്പോയി എന്നുള്ളത് അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു അയോഗ്യതയല്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്തായാലും തളിപ്പറമ്പിൽ പാർട്ടി തിരുത്തുന്നില്ല. കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനത്തിൽ മുന്നോട്ട് തന്നെയാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ സംസ്ഥാന സമിതി യോഗത്തിൽ പറഞ്ഞ മറുപടിയിലൂടെ തന്നെ വ്യക്തമാവുന്നത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ പ്രചാരണം ശ്രദ്ധയിൽപ്പെടുത്തി സംസ്ഥാന സമിതി അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ മറുപടിയായാണ് MV ഗോവിന്ദൻ ഇത്തരമൊരു കാര്യം സൂചിപ്പിച്ചത്. ഈ പറയുന്ന തന്നെ വിവാഹം കഴിക്കുന്ന ആ സമയത്ത് തന്നെ കെ ശ്യാമള DYFIയുടെ നേതൃപദത്തിലുള്ള ആളാണ്. അല്ലാതെ ഭാര്യ ആയതിനു ശേഷം DYFI രംഗത്തേക്ക് വരികയോ അതിനുശേഷം മഹിളാ രംഗത്തേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയോ അതിനുശേഷം പാർട്ടി രംഗത്തേക്ക് കടന്നു വരികയോ ചെയ്തിട്ടുള്ള ആളല്ല. തന്നെ വിവാഹം കഴിക്കുന്ന ഘട്ടത്തിൽ തന്നെ കെ ശ്യാമള സജീവമായിട്ടുള്ള പാർട്ടി പ്രവർത്തകയായിരുന്നു. അതായത് കെ ശ്യാമളയെ ഭാര്യ എന്ന തലത്തിലല്ല സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകയാണ്, പാർട്ടിയുടെ നേതാവാണ് എന്ന തരത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ടുള്ളത് എന്നാണ് MV ഗോവിന്ദൻ്റെ ആ പ്രതികരണത്തിലൂടെ മനസ്സിലാകുന്നത്. ഈ തീരുമാനത്തിൽ ഒരു പുനരാലോചനയുടെ ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതായത് തളിപ്പറമ്പിൽ പാർട്ടി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. ആ തീരുമാനവുമായി മുന്നോട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ചേരേണ്ടതുണ്ട്. അതിനകത്ത് ഈ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞാൽ കെ ശ്യാമള തന്നെയായിരിക്കും. ഉയർന്ന വിമർശനങ്ങൾക്കും ഉയർന്ന സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുള്ള ചില പ്രതികരണങ്ങൾക്കും ഒന്നും തന്നെ പാർട്ടി വഴങ്ങുന്നില്ല. തീർച്ചയായിട്ടും ഈ തീരുമാനത്തിൽ കെ ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുക, അവിടെ മത്സരിപ്പിക്കുക, വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ MV ഗോവിന്ദന്റെ ഈ പ്രതികരണത്തിലൂടെയും വ്യക്തമാവുന്നത്. ഒരു സംശയത്തിനും ഇട നൽകാതെ പാർട്ടി സെക്രട്ടറി അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭാര്യാപഥം ഇപ്പോൾ എവിടെ നിന്ന് പൊട്ടിമുളച്ചു എന്നാണ് ചോദ്യം.